ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബി മൈ മൾട്ടിപ്പിൾ ഐ ബി യുവർ ഫാക്ടർ. യെസ്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം അല്ലേ. യെസ്, there is a garden in Anu's house. In the middle of the garden there is a path. എന്താണ് പറയുന്നത്? അനുവിന്റെ വീട്ടില് ഒരു ഗാർഡൻ ഉണ്ട് അല്ലേ. ഇതാണ് ഗാർഡൻ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതാണ് ആ ഒരു ഗാർഡൻ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? ഇൻ ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ there is a path. ഒരു പാത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ ഗാർഡന്റെ നടുവില്. അതാവുമ്പോ എന്താണ്, അവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്ത് ഉള്ളത്. ഇനി they decided to tile the path using tiles of length 2 feet, 3 feet and 5 feet. 2 ഫീറ്റ്, 3 ഫീറ്റ്, 5 ഫീറ്റ്, ഇങ്ങനെ 3 ഫീറ്റുകളിലുള്ള 3 ടൈൽസ് ഉണ്ട്. ഈ ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ആ ഒരു പാത്തിനെ ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. The mason tiled the first row with 2 feet fields. 2 ഫീറ്റുള്ള ടൈൽസ് വെച്ചിട്ട് എന്ത് ചെയ്തു? നമ്മളുടെ മേസൺ ആദ്യം ടൈൽ ചെയ്യാൻ വേണ്ടി നോക്കി. പിന്നെ അടുത്തതോ, ആൻഡ് ദ സെക്കൻഡ് റോ വിത്ത് 3 feet ടൈൽസ്. സെക്കൻഡ് റോ 3 ഫീറ്റുള്ള ടൈൽസ് വെച്ചിട്ട് ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മേസൺ നോക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് റോ വിത്ത് 5 feet ടൈൽസ്. അതുപോലെ തേർഡ് റോ 5 feet ടൈൽസ് വെച്ചിട്ടാണ് ഫിൽ ചെയ്യാൻ നോക്കുന്നത്. ദ മേസൺ ഹാസ് നോട്ട് കട്ട് എനി ഓഫ് ദ ടൈൽസ് ആൻഡ് വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് ദ പാത്ത്. മേസൺ ഒരു ഒറ്റ ടൈല് പോലും മേസൺ എന്ത് ചെയ്തിട്ടില്ല? കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാതെയാണ് ആ ഒരു ടൈല് ഇങ്ങനെ പാത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് ദ പാത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ, യെസ്, ഏതാണ് നമ്മൾ ചെയ്യുക? അതേ കറക്റ്റ് ആണ്. ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് ദ പാത്ത് ചോദിച്ചാൽ നമ്മൾ LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മൾ ചെയ്യുക. ഏതിൻ്റെയൊക്കെയാടാ നമുക്ക് തന്ന ടൈൽസ് എന്ന് പറയുന്നത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇതിന്റെ LCM കണ്ടുപിടിച്ചാൽ മതിയല്ലേ. ആദ്യം തന്നെ 2 എടുക്കുക. 2 into 1 എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ ടേബിളിൽ 3 ഇല്ലാത്തതുകൊണ്ട് 3ന് അതേപോലെ നമ്മൾ എഴുതുന്നു. 5 ഇല്ലാത്തതുകൊണ്ട് 5നും അതേപോലെ നമ്മൾ എഴുതുന്നു. പിന്നെ അടുത്തത് ഏതാണടാ? അടുത്തത് 3 ആണല്ലേ. ഈ 1നെ ഇവിടെ എഴുതി. 3 into 1 ആണ് 3. സോ ഇവിടെയും 1 ആയി. ഇവിടെ 5 അതേപോലെ നമ്മൾ എഴുതുന്നു. പിന്നെ 5 1 1 1 എന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. നമ്മളിവിടെ നിർത്തും. എന്നിട്ട് എന്താ ചെയ്യുക? നമ്മൾ ഈ 2 into 3 into 5 2 into 3 into 5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 2 into 3 into 5 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 6 into 5 5 6 are 30. സോ 30 ഫീറ്റ് ആണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുക. ദെൻ വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത് 30 ഫീറ്റ് ആണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.